ഇപ്പൊ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് അൻസിബ ഹസൻ. അപ്പോ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ ശ്വേത മേനോനൊക്കെ അമ്മയുടെ പ്രസിഡന്റായി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അൻസിബേനെയും ഇതിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ അൻസിബേനൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ഇവൾക്കൊക്കെ എന്ത് പറയാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ ആയതുകൊണ്ടും വേറെ ആരും മുന്നോട്ട് വരാൻ ഇല്ലാത്തതുകൊണ്ടും വന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവളുടെ ന്യൂസിൽ ഇവളുടെ പ്രസ്താവനകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഇവളുടെ നിലപാടുകൾ അല്ലെങ്കിൽ ഇന്റർവ്യൂസിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തലുകൾ ഇതൊക്കെ കാണുമ്പോൾ ഈ അൻസിബയുടെ ഒരു പിക്ചർ എന്റെ മൈൻഡിലുണ്ടായിരുന്ന പിക്ചർ ഒരു വലിയ രീതിക്ക് മാറിയിട്ടുണ്ട്. അതിപ്പോ എന്റെ മാത്രമല്ല ഒരുപാട് മലയാളികൾ മാറിയിട്ടുണ്ടാവും. അവളിപ്പോ ആരോപണങ്ങൾ പറയുകയാണെങ്കിൽ അവള് ടിനി ടോമിനെതിരെ പറഞ്ഞു, ശ്വേതാ മേനോനെതിരെ പറഞ്ഞു, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയക്കെതിരെ പറഞ്ഞു. അപ്പൊ ഇതില് രാഷ്ട്രീയം, മതം, പുരുഷ സ്ത്രീ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും അവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായി. അപ്പൊ അതൊക്കെ ഒരു സ്ട്രെങ്ത്തിന്റെ ഭാഗമാണ്. ആദ്യം ഇവിടെ അറ്റാക്ക് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോയ്ക്ക് വേണ്ടിയിരിക്കും. അതായത് വേറെ സിനിമയൊന്നുമില്ല. ഇവിടെ ദൃശ്യം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ സിനിമ എനിക്കറിയില്ല. റിയാലിറ്റി ഷോ പിന്നെ ഞാൻ കാണാറില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഇവളുടെ പെർഫോമൻസ് ഒന്നും. അല്ലെങ്കിൽ പിന്നെ ഇവള് പബ്ലിക്കായിട്ട് കമന്റ് ചെയ്യേണ്ട വ്യക്തിയില്ല, അതുകൊണ്ട് ഇവളുടെ നിലപാടുകളും അല്ലെങ്കിൽ ഇവളുടെ കാര്യങ്ങളോടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് അതൊന്നും അറിയില്ല. അപ്പൊ ആ ഒരു ദൃശ്യത്തിൽ കണ്ടുണ്ട്. പിന്നെ കുറച്ച് ലോ ക്ലാസ് സിനിമകളിലൊക്കെ ലോ ക്ലാസ് വേഷങ്ങൾ ഉണ്ടെന്നുണ്ട്, ഇവളുടെ കുറെ ഫോട്ടോസ് കാണുന്നുണ്ട്. അപ്പൊ അവളുടെ ഒരു ഇമേജ് അങ്ങനെയാണ് എനിക്ക്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവളുടെ നിലപാടുകളും അല്ലെങ്കിൽ ഒപ്പം തന്നെ ഇപ്പൊ ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനലിൽ ഇവളൊരു ഇന്റർവ്യൂ കൊടുത്ത് അതിലൊക്കെ ഇവള് പറയണെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് ഒട്ടും ഓവർ ആവാണ്ടും എന്നാ ഒട്ടും പാവാണ്ട് കറക്റ്റ് ഡോസിൽ അല്ലെങ്കിൽ കറക്റ്റ് രീതിയിൽ പക്വതയോട് കൂടി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായ. അപ്പൊ അത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവളുടെ ഇമേജ് തന്നെ മാറി. ഈ അൻസിബയുടെ ഇമേജ് ഇനിയിപ്പോ അവൾക്ക് കുറെ സിനിമകൾ കിട്ടും, അത് വേറൊരു തലം. അപ്പൊ ഈ ഒരു അൻസിബയുടെ ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ചിനേക്കാൾ ഉപരി ഇവൾ ഇങ്ങനെ ആയിരുന്നോ നമുക്കറിയില്ല, അത് ഇപ്പൊ ചേഞ്ച് ആയതാണോ നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ അവൾ പോണ ഒരു റൂട്ട് എന്ന് പറയുന്നത് ബ്രേവറിയുടെ റൂട്ടാണ്. ഓഫ് കോഴ്സ് അവളുടെ പിന്നിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. കാരണം ആ ലക്ഷ്മിപ്രിയയുടെ ഇഷ്യൂ വന്നപ്പോഴും ടിനി ടോമിന്റെ ഇഷ്യൂ വന്നപ്പോഴും ഈ വർഗീയത അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് പോയപ്പോ തന്നെ ആ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഇവളുടെ പിന്നിൽ അണിനിരന്നു. ആ ലക്ഷ്മിപ്രിയ ഇവളെ അറ്റാക്ക് ചെയ്തപ്പോ BJP ഒപ്പം അറ്റാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു വേറെ പക്ഷം വരുമല്ലോ. അപ്പൊ BJPയുടെ കണ്ണിൽ കറക്റ്റാണ് അൻസിബ. ഒപ്പം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബ്രേവർ ഈസ് ബ്രേവർ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അവള് ഇപ്പോ നിലപാടുകളിൽ ഉറച്ചു നിൽക്കൽ മാത്രമല്ല കൂടുതൽ വെളിപ്പെടുത്തലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ ശ്വേതാ മേനോൻ വരുമ്പോ എന്ത് ഡയലോഗ് ആയിരുന്നു ഓർമ്മയുണ്ട? അമ്മയുടെ തലപ്പത്തേക്ക് പുരുഷന്മാരെ മാറ്റി അമ്മ വന്നു. എന്തൊക്കെയായിരുന്നു ഇവളുടെ ഡയലോഗ് ഇടി? അവള് വരെ തല കുനിച്ചിട്ട് പോണ പറഞ്ഞു മനസ്സിലായി. അപ്പൊ അതൊക്കെ ഈ അൻസിബയുടെ മുമ്പില് അല്ലെങ്കിൽ വേറെ ആള് പറയണ്ടേ അൻസിബേനെ പുറത്താക്കാൻ വന്ന പുറത്താക്കാൻ നോക്കി ശ്വേതാ മേനോൻ പുറത്തായെന്ന് പറയുന്നുണ്ട്. ഇത്രയും വലിയ ആൾക്കാരെതിരൊക്കെ ഇവള് പറയണെങ്കിൽ ഇവള് ചില്ലറ കാര്യമല്ല. ഇവളുടെ മൈൻഡ് ഒന്നെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരാളുടെ സ്ട്രെങ്ത് ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒപ്പം ആൾക്കാരുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഒരു ധൈര്യം വരണമെങ്കിൽ അതും സ്ത്രീ, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അത് ഒരു ബ്രേവറി സ്ട്രെങ്ത് ആണത്, പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ഒപ്പം തന്നെ ഇപ്പോ നമുക്ക് വെളിപ്പെടുത്തലുകളും കുറച്ച് തെളിവുകൾ മാത്രമുള്ള കാര്യങ്ങൾക്ക്. അപ്പോ ഇനി വരും ദിവസങ്ങളിൽ ഇനി കാര്യങ്ങൾ കലങ്ങി മറിയാനും ചാൻസ് ഉണ്ട്, പറഞ്ഞു മനസ്സിലായ. പക്ഷെ കറന്റ്ലി പോകുന്ന റൂട്ടില് അൻസിബ ഇസ് ബ്രേവ്. അത് നമ്മൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേവറി കണ്ടു കഴിഞ്ഞാൽ പറയാം, അത് പുരുഷനായാലും സ്ത്രീയായാലും ആരായാലും. ഒപ്പം തന്നെ ഈ മലയാളികളെല്ലാവരും ഇപ്പോ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കും ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ അൻസിബയുടെ നിലപാടുകൾ അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെയാണ് പോവുക. കാരണം അവള് ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാനടക്കം എല്ലാവരും വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതൊരു ഷോ ആയിരിക്കും, ഷോ ഓഫ് ആയിരിക്കും. ഇപ്പൊ സിനിമയൊന്നും ഇല്ലല്ലോ, ഇപ്പൊ വല്ല സിനിമ കിട്ടാൻ അല്ലെങ്കിൽ റിയാലിറ്റി ഷോ. ഇപ്പൊ റിയാലിറ്റി ഷോനെ കാണാറില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല അവളുടെ പെർഫോമൻസ് അതിൽ. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാനായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഇപ്പോ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് കേസുകളിലേക്ക് പോകുന്നുണ്ട്, എക്സ്ട്രീം ആവുന്നുണ്ട്, രാഷ്ട്രീയം വരുന്നുണ്ട്, വർഗീയത വരുന്നുണ്ട്, എല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു വലിയൊരു ഇമ്പാക്ട്ഫുൾ ഇഷ്യൂയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അൻസിബ ഇതിലേക്ക് പോകുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണേ. ഇതിലെനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരിക്കൽ നടീനെ ആക്രമിച്ചൊരു കേസ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആ ഒരു സമയത്ത് കുറെ ഫെമിനിസ്റ്റുകളും സ്ത്രീപക്ഷം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഘോരം നടിക്ക് വേണ്ടി സപ്പോർട്ട് പറയാനും പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കാനൊക്കെ. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെയാ? ഈ അൻസിബയുടെ ഇഷ്യൂ വന്നപ്പോ അൻസിബേനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും വന്നിട്ടില്ല. എന്റെ അറിവിൽ ഒരു ഫെമിനിസ്റ്റോ ഒരാളോ അൻസിബേനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല, പറഞ്ഞു മനസ്സിലായ. 1-2 ഈ അമ്മയിലെ തന്നെയുള്ള സ്ത്രീകൾ വന്നു എന്ന് തോന്നുന്നു, അല്ലാണ്ട് ഒരാളും ഈ അൻസിബേനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല. എന്ത് മറ്റേ നടിയുടെക്കാൾ ഈ ലോ ക്ലാസ് ആക്ട്രസ് ആയതുകൊണ്ടാണോ ഈ അൻസിബയ്ക്ക് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് വരുന്നത്? അതൊക്കെ ഫെമിനിസ്റ്റുകൾ ഉത്തരം പറയണം. കാരണം സ്ത്രീപക്ഷം പറഞ്ഞ ആൾക്കാർ എന്തേ അൻസിബ സ്ത്രീയല്ലേ, അതോ ഇനി ഇവിടെ ലോ ക്ലാസ് ആക്ട്രസ് ആയതുകൊണ്ടാണോ?
അപ്പൊ ഇതിലേക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. ഈ ഫെമിനിസ്റ്റുകൾ അന്ന് കുറെ ഷോ കാണിച്ച് പോയെന്നല്ലാണ്ട് അവരുടെ നിലപാടുകൾക്കൊന്നും മലയാളി സത്യമാണെങ്കിൽ വലിയ വില കൊടുത്തില്ല. കുറച്ച് സ്ത്രീപക്ഷ ആൾക്കാരും അല്ലെങ്കിൽ സ്ത്രീകളും മാത്രം അന്ന് വില കൊടുത്തിട്ടുള്ളൂ. മലയാളികൾ പക്ഷേ അൻസിബിക്കോട്ടുള്ള വില എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. അൻസിബാനെ വിമർശിക്കുന്നത് ഭൂരിഭാഗം ഈ BJP കാരും അല്ലെങ്കിൽ വർഗീയവാദികളാണ്. അല്ലാത്തൊരു അൻസിബാനെ അങ്ങനെ വിമർശിക്കാൻ നിൽക്കില്ല. കാരണം അവൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ പുരുഷന്മാരെ ആക്ഷേപിച്ചിട്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യല്ല ചെയ്യണം. അവള് സ്ത്രീകളെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോ ശ്വേതാമനെതിരും പറഞ്ഞു, ലക്ഷ്മിപ്രിയക്ക് എതിരും പറഞ്ഞു, ടിനി ടോമിനെതിരും പറഞ്ഞു. അതായത് അവള് സ്ത്രീയാണോ പുരുഷനാണോ നോക്കിയിട്ടല്ല അറ്റാക്ക് ചെയ്യണത്. പറഞ്ഞു അതന്നെ ഒരു നല്ല ക്വാളിറ്റിയാ. അത് ഭൂരിഭാഗം ഫെമിനിസ്റ്റുകൾക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റിയാ. ഈ കുറെ ഫെമിനിസ്റ്റ് ഉണ്ടല്ലോ, എന്നിട്ട് ഭാഗ്യലക്ഷ്മിയാ മറ്റേ ലക്ഷ്മിയാ വന്ന് ഇപ്പൊ ഒന്ന് ഒത്തിരി ഒതുങ്ങി. ഒരിടയ്ക്ക് എന്തിട്ടായിരുന്നു അങ്ങോട്ട് പുരുഷന്മാരെ ആക്ഷേപിക്കുക. ആരത്? അവളാരാ? ഓരോ പെണ്ണുങ്ങൾ വന്നൊക്കെ ആക്ഷേപിക്കാനായിട്ട്. അവരൊക്കെ നോക്കുമ്പോ എത്രയോ ഭേദന അൻസിബ. അതെന്ന് പറഞ്ഞ അൻസിബയൊക്കെയാണ് ശരിക്കും പറഞ്ഞ സ്ത്രീപക്ഷത്തിന് വേണ്ടി നിൽക്കേണ്ട വ്യക്തികൾ. ഈ അൻസിബയുടെ പോലുള്ളവരൊക്കെ സ്ത്രീപക്ഷത്തിന് നിന്ന് കഴിഞ്ഞാൽ അത് ആൾക്കാർ കേൾക്കും, അവർക്ക് വിലയുണ്ടാവും. ഇപ്പൊ BJP അറ്റാക്ക് ചെയ്യുന്നത് രാഷ്ട്രീയം വർഗീയതയും നോക്കിയിട്ടാണ്. അത് നോക്കണ്ട. അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ഒട്ടുമിക്ക മലയാളികളും അൻസിബയ്ക്ക് ഒപ്പം തന്നെയാ. ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചില്ല എതിർച്ചും കാണും ഈ അൻസിബാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറയുന്നത്. കാര്യം ഇവിടെ ഇതിനെ വില വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരുടെ കുറച്ച് ദിവസത്തെ പെർഫോമൻസ് എല്ലാം നോക്കുമ്പോൾ കംപ്ലീറ്റ് പിക്ചർ തന്നെ മാറി. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരുടെ പിക്ചർ ഇതുപോലെ മൈൻഡിൽ ചേഞ്ച് ആയിട്ടുണ്ട്, ഇവിടെ കുറച്ച് റീസെന്റ് പെർഫോമൻസിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും.